ബോസിൽ തന്നെ ഉള്ളൊരു കണ്ടസ്റ്റന്റുമായിട്ട് ജാൻമണി പ്രണയത്തിലാണോ? ഒബ്വിയസ്ലി ജാൻമണി എന്നെക്കാട്ടും എൽഡർ ആണ്. അവര് ട്രാൻസ്ജെൻഡർ ആണ്. ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര തമാശ, ഭയങ്കര ജാൻമണിയുടെ അടുത്ത് പോയ ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ പോണ വരെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതായത് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. 6th 7th നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് നമ്മൾ ആരോടാണ് നമ്മൾ സെക്ഷലി അട്രാക്റ്റഡ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അത് നമ്മളൊരു മൂടിക്കെട്ടി നമ്മൾ ജീവിച്ച് തീർക്കും. നമുക്ക് ഒരു ലൈഫുള്ളൂ. അതിൽ നമ്മൾ എന്താണോ നമ്മളത് തുറന്ന് പറഞ്ഞ് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ അത് നമ്മൾ ജീവിച്ച് തീർക്കുക. ഞാൻ കേരളത്തിൽ നിന്നിരുന്ന സമയത്ത് ഇതൊരിക്കലും ഞാൻ പുറത്ത് റിവീൽ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. അമ്മയുടെ ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യത്തെ റിയാക്ഷൻ കരച്ചിലായിരുന്നു. ഒബ്വിയസ്ലി എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ കരഞ്ഞിട്ടാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെങ്കിലും യു ആർ മൈ സൺ, സോ ഞാൻ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും. അതെ, പിന്നോട്ടില്ല എന്നുറപ്പിച്ചൊരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. വെൽക്കം അഭിഷേക് ജയദീപ്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ തന്നെ ഉള്ളൊരു കണ്ടസ്റ്റന്റുമായിട്ട് ഇപ്പം പ്രണയത്തിലാണോ, ഇവരെന്ത് ചെയ്യുന്നു, ഇവര് ഒരുമിച്ചാണല്ലോ, അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ്. നിങ്ങളെ എവിടെ ഒരുമിച്ച് കണ്ടാലും അതിനെ വേറൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി മാറിയിരിക്കുന്നു. അപ്പം എന്താണ് ആക്ച്വലി അതിനോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന്? ഒബ്വിയസ്ലി ജാൻമണി എന്നെക്കാട്ടും എൽഡർ ആണ്. ദെൻ അവര് ട്രാൻസ്ജെൻഡർ ആണ്. സോ ഒബ്വിയസ്ലി നമ്മൾ തമ്മിലൊരു ആ രീതിയിലുള്ള അട്രാക്ഷൻ ഒരിക്കലും ഇല്ല. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര തമാശ, ഭയങ്കര ജാൻമണിയുടെ അടുത്ത് പോയ ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ പോണ വരെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതായത് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യം ഇപ്പം ഷോയിൽ കാണുന്ന പോലെ ഉണ്ടെങ്കിൽ പോലും അവരൊരു ഫണ്ണി ക്യാരക്ടറാണ്. അതുകൊണ്ട് എനിക്ക് ടൈം സ്പെൻഡ് ഇപ്പം ഞാൻ കൊച്ചിയിൽ വരികയാണെങ്കിലും മാക്സിമം അവരുടെ ഒപ്പമാണ്. പിന്നെ മീഡിയാസ് ഇങ്ങനെ ചോദിക്കണത് രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അവർക്കൊരു കോംബോ എങ്ങനെയെങ്കിലും ആക്കണം, അത്രേ ഉള്ളൂ. അപ്പം അതും ഞാൻ ഒരു തമാശ രീതിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഭയങ്കര എല്ലാരും ചോദിക്കുന്നു. ഞാൻ ഇന്ന് തന്നെ പെട്രോൾ അടിക്കാൻ വണ്ടി നിർത്തിയപ്പോ ചേച്ചി വന്നിട്ട് മോനെ അഭിഷേക് അല്ലേ, എന്താ മോനെ കേൾക്കുന്നേ, ഇതാണോ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനുള്ളിലില്ലാത്ത ആ ഒരു കോംബോ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ജാൻമണിയായിട്ടുള്ള ആ ഒരു കോംബോ ഒന്നും നമ്മൾ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നില്ല. അഭിഷേക് ജാൻമണി യാതൊരു രീതിയിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു കോംബോ പുറത്തെത്തിയതിനു ശേഷം ഇത്ര തിക്കായത്? ബിഗ് ബോസിനകത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഞാൻ കയറുന്ന സമയത്ത് ജാൻമണിക്കെതിരെ ഭയങ്കര നെഗറ്റീവ്, അവര് ശപിച്ച എന്തൊക്കെ ഇഷ്യൂസ് ആയതുകൊണ്ട് നെഗറ്റീവായിട്ട് പോവാം. അപ്പൊ എസ്പെഷ്യലി ഞാൻ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ പോയിട്ട് അവരെയും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കാര്യം തീർന്നു. അപ്പൊ ഞാൻ ആസ് എ കണ്ടസ്റ്റന്റ് അവരെ എങ്ങനെ മാക്സിമം ഒപ്പോസ് ചെയ്യാം. ഞാനിപ്പോ ആദ്യം കയറിയപ്പോൾ ലാലേട്ടൻ മാലിടാൻ പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ആരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്ത ഒരാള് ജാൻമണി ആയിരുന്നു. ജാൻമണിയുടെ ഇതിലാണ് ഞാൻ മാലിട്ടത്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ജാനു എൻ്റെ അടുത്ത് തീരെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. കയറി വന്നിട്ട് അവരെന്തോ നോറേനെന്തോ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്തു അവരുടെ അടുത്ത്. അത് എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ജാനു എൻ്റെ അടുത്ത് വരത്തില്ല. പിന്നെ റാങ്കിങ്ങിൽ എനിക്ക് ലാസ്റ്റ് റാങ്ക് ഒക്കെ തന്നെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ പ്രശ്നമായിരുന്നു. പക്ഷെ പുറത്ത് വന്നപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചത് ജാൻമണിയായിരുന്നു. പിന്നെ അവരോട് ഇടപെട്ടപ്പോൾ അവർ ഭയങ്കര നൈസാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ബിഗ് ബോസിനകത്ത് ലൈക്ക് എല്ലാവരും ഒരു കണ്ടസ്റ്റന്റ് രീതിയിൽ എങ്ങനെ മറ്റാളെ നമുക്ക് തോൽപ്പിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എന്നാലും കയറി കുറച്ച് ദിവസത്തിൽ അങ്ങനെയായിരുന്നു. അതും ഇതും റിയൽ ലൈഫ് ഡിഫറെന്റ് അല്ലേ? എനിക്കൊന്ന് ബിഗ് ബോസ് സീസൺ 6 ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജനങ്ങളിലേക്ക് അത്രയധികം, അതായത് ഇപ്പം പല പല ഇഷ്യൂസ് ആയിട്ടൊക്കെ ബിഗ് ബോസ് 6 എനിക്ക് തോന്നുന്നു എല്ലാവരും പല രീതിയിൽ ഏറ്റെടുത്തതായിരുന്നു. ഇപ്പം ഇതിന് ഇറങ്ങിയതിന് ശേഷം കോണ്ടാക്ട്സ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോൾ കോണ്ടാക്ട്സ് കുറച്ച് പേരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലരും എന്താ പറയുക, അവരുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അവർ ഏത് ഓൾഡ് ഒപ്പം നിന്നാൽ കൂടുതൽ പോകുന്നുള്ളൊരു രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ എന്നാലും അതിലും കുറച്ച് നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നുണ്ട് ഇപ്പോൾ. എനിക്കൊന്ന് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിലും അതിനൊരു വാല്യൂ കൊടുക്കുന്ന ആളാണ് അഭിഷേക്. അതിന് നല്ലൊരു വാല്യൂ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുവാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയൊക്കെ?
ഫ്രണ്ട്ഷിപ്പിനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അപ്രോച്ച് ചെയ്യുന്നൊരു ഇതായിരിക്കരുത് ഫ്രണ്ട്ഷിപ്പ്. അതാണ് മിക്കവരും ഇപ്പം ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പ് മീൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് കറക്റ്റ് വരണം. നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് വിളിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് ആവാനുള്ള ഒരു ഇതായിരിക്കണം. അഭിഷേകിനെ ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഫെമിലിയർ ആണ്. അതിനു മുന്നേ മോഡലായിരുന്നു, പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ആരാണ് അഭിഷേക് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? എങ്ങനെയായിരിക്കും പറയാം, എനിക്ക് കൂടുതൽ പറയാൻ ഇഷ്ടം ഞാനൊരു മോഡലിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും ബിഗ് ബോസ് ഫെയിം എന്നുള്ള ഒരു ടൈറ്റിലാണ് ഇപ്പൊ കൂടുതൽ. അതും നമ്മുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ തീരുമാനങ്ങൾ എന്നെ ഇവിടെ വരെ എത്തിച്ചു എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ അഭിഷേക്. കാരണം അത്രയധികം സ്ട്രഗിളിലൂടെയാണ് കയറി വന്നത്. ശരിക്കും എൻ്റെ തീരുമാനങ്ങൾ ആയിരുന്നോ ഇവിടെ വരെ എത്തിച്ചത്? ഉറപ്പായിട്ടും കുറേ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് ലൈഫിൽ എടുക്കേണ്ടി വന്നു. അത് എടുത്തതുകൊണ്ട് തന്നെയായിരിക്കും മേ ബി പലതും നേടാൻ പറ്റിയതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ ജേണി. ആ ഒരു ജേണി അത്ര സ്മൂത്ത് ആയിരുന്നില്ല എന്നറിയാം, എങ്കിലും ആ ഒരു ജേണിയെ പറ്റി ആലോചിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ജേണി ആസ് ഇൻ ബിഗ് ബോസ് അല്ല, ഒരു ലൈഫിൽ ത്രൂ ഔട്ട്, അതായത് ബിഗ് ബോസിൽ എത്തുന്ന ആ ഒരു ജേണി ഇതുവരെ എത്തി നിൽക്കുമ്പോൾ അതൊന്ന് ആലോചിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ആക്ച്വലി ഭയങ്കര എൻ്റെ ഒരു സെൽഫായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ ഓപ്പണായിട്ട് നമ്മളിപ്പോൾ ഞാൻ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്തതായിക്കോട്ടെ എല്ലാം അങ്ങനെ ഒരു ഓപ്പണായി എപ്പോഴും പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, പിന്നെ നമ്മൾ നേരിടുന്ന എക്സ്പീരിയൻസസ് കാരണം കുറേ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നു. അപ്പം ഈവൻ ദോ അത് ആയിരുന്നെങ്കിലും ഇപ്പം അത് ആലോചിക്കുമ്പം എല്ലാം ചെയ്തതെല്ലാം ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നു, വിശ്വസിക്കുന്നത് എപ്പോഴും. എനിക്ക് തോന്നുന്നു ഇപ്പം സെക്ഷുവാലിറ്റി റിവീൽ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിരുന്നു അന്നൊക്കെ തിരിച്ചറിയുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം ഏത് പ്രായത്തിലായിരുന്നു ആ ഒരു തിരിച്ചറിവിൽ എത്തുന്നതും അതെങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്തത്? അത് നമ്മളിപ്പം ഹൈസ്കൂളോ ഒരു 6th 7th നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് നമ്മൾ ആരോടാണ് നമ്മൾ സെക്ഷുവലി അട്രാക്റ്റഡ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അതെല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു ഹോമോസെക്ഷലോ അല്ലെങ്കിൽ LGBTQ പെടുന്ന ആർക്കും മനസ്സിലാവും. പിന്നെ അത് നമ്മൾ റിവീൽ ചെയ്യണം, എപ്പോൾ നമ്മൾ സമൂഹത്തിനോട് പറയണ്ടേ എന്നുള്ളതും ഇപ്പോഴും ചില ആൾക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം വെൻ ഇറ്റ്സ് എ റൈറ്റ് ടൈം എനിക്ക് തോന്നി ലൈക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞത് ചെറിയ പ്രായത്തിൽ തന്നെ, ഒരു 6th standard 7th പഠിക്കുന്ന ടൈമിൽ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവാം. അപ്പം അതിൽ നിന്നൊരു ചേഞ്ചാണ്, നമ്മൾ അത്രയും നാളും വന്നതിൽ നിന്നൊരു ചേഞ്ചാണ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഇത് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ അവരോട് പറയാം, അങ്ങനെയൊക്കെയുള്ള തോട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ? ഇല്ല, ആ ടൈമിൽ നമുക്ക് എന്താണിതെന്നുള്ളൊരു പ്രോപ്പറായിട്ടൊരു നോളജ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ LGBTQ കമ്മ്യൂണിറ്റി എത്ര സ്ട്രോങ് ആണ്, ആ ഒരു ടൈമിൽ അത്ര സ്ട്രോങ് അല്ല. നമുക്കൊരു അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരുടെ പേര് അന്ന് നമുക്ക് പറയാനുള്ള ഇല്ല. അപ്പോൾ ഇത് എന്താണെന്നുള്ളൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് നമ്മൾ. ആ സമയത്ത് നമുക്ക് അട്രാക്ഷൻ ഉണ്ടെങ്കിലും ഇതെന്താണ് എന്നുള്ളൊരു പ്രോപ്പർ നോളജോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായാലോ നമുക്ക് കറക്റ്റ് ഒരു ഇതില്ല. അപ്പം ഇപ്പോഴാണ് തോന്നുന്നു 2024 ആയപ്പോഴേക്കുമാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ വിസിബിലിറ്റി ആയിട്ട് ഇത് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ അറിയില്ല ഇങ്ങനെയാണ്, പക്ഷേ ഇത് പറഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നമാവോ, കാരണം നമ്മൾ കാണുന്ന നോർമൽ സ്ട്രേറ്റ് റിലേഷൻഷിപ്സ് അങ്ങനെയല്ല. അപ്പോൾ ആ സമയത്ത് കൺഫ്യൂസ്ഡ് ആയിരുന്നു ശരിക്കും. എനിക്ക് തോന്നിപ്പം പറഞ്ഞ പോലെ ഇപ്പം സ്ട്രേറ്റ് റിലേഷൻഷിപ്പ് അങ്ങനെ അല്ലായിരുന്നൊരു കാലത്തോടെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയൊരു സഹപാഠിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? അങ്ങനെ സഹപാഠി അങ്ങനെയില്ല, എന്നാലും നമുക്ക് അറിയാം നമുക്ക് ആരോട്. അല്ലാണ്ട് ഒരാളോട് പെർട്ടിക്കുലർലി ഒരു റിലേഷൻഷിപ്പോ ഒരു പ്രണയം അങ്ങനെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം അഭിഷേക് പറഞ്ഞ പോലെ ആണെങ്കിലും ഇപ്പം ഈ ഒരു ഇന്നത്തെ 2024 പോലും ഇതിനൊന്നും വൈഡായിട്ട് അക്സെപ്റ്റൻസ് കിട്ടാത്തൊരു കാലത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പം ഒരു ഗേ എന്ന രീതിയിൽ എത്രത്തോളം സ്ട്രഗിൾസ് ഇന്നും ഈ ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് ഇപ്പം ഇത് റിവീൽ ചെയ്യുന്നില്ല. ബിക്കോസ് പുറത്ത് കാണുന്നത് അങ്ങനെ ഒരു റിവീൽ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ തന്നെ വളരെ ഒരു മാസീവായിട്ടുള്ള ഇഷ്യൂസും കുറേ ആൾക്കാർ ഇപ്പം സൈബർ അറ്റാക്കും അങ്ങനെയുള്ള നേരിടുന്നത് കാണുന്നുണ്ട്. അപ്പം എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനൊന്നും ചെവി കൊടുക്കാറില്ല. ലൈക്ക്
നമ്മളെന്താണ് ഇപ്പം അത് നമ്മളൊരു മൂടിക്കെട്ടി നമ്മൾ ജീവിച്ച് തീർക്കും. നമുക്ക് ഒരു ലൈഫുള്ളൂ, അതിൽ നമ്മൾ എന്താണോ നമ്മളത് തുറന്നു പറഞ്ഞ് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ അത് നമ്മൾ ജീവിച്ച് തീർക്കുക, അത്രേ ഇപ്പം വിചാരിക്കുന്നത്. അതെ അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു റിവീലിംഗ് ആണെങ്കിൽ പോലും ഒരു പോപ്പുലാരിറ്റിയിലേക്ക് എത്താൻ പോകുന്ന സമയത്താണ് ഇപ്പം അഭിഷേക് ആണെങ്കിലും പറയാമെന്നൊരു തീരുമാനം എടുത്തത്. അപ്പം അതിനു മുന്നേ, അതായത് ഇപ്പം ഈ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ സ്ട്രഗ്ലിങ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ ഒരു സമയത്തും എല്ലാവരും ഒതുങ്ങിക്കൂടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പം ഇങ്ങനെ പറയണോ അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിലേക്ക് ആയി പോകാം, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്നും അഭിഷേക് തീരുമാനിച്ചത് ഒരു ഫെയിമിലേക്ക് എത്താമെന്ന്, അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതെങ്ങനെ ആ ഒരു പണ്ട് തൊട്ട് എനിക്കൊരു ഫെയിം ആവണം, എനിക്കിത് ഓപ്പൺ ചെയ്യണം, അങ്ങനെ ആയിരുന്നോ? അങ്ങനെയല്ല, ഞാൻ കേരളത്തിൽ നിന്നിരുന്ന സമയത്ത് ഇത് ഒരിക്കലും ഞാൻ പുറത്ത് റിവീൽ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് നമുക്ക് അന്നത്തെ ആ ഒരു ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, പിന്നെ ഫാമിലി അതെല്ലാം വിചാരിച്ചിട്ട് ഒരിക്കലും പറയില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ പൂനെയിൽ പോകുന്നത് സ്റ്റഡീസ് കഴിഞ്ഞ്. പിന്നെ അവിടെ നിന്നപ്പോൾ അവിടെ കുറേ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് നോളേജ് അറിയുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റായ കാര്യങ്ങളല്ലേ നമ്മൾ ഒളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തെറ്റല്ലാത്ത കാര്യം എന്തിനും നമ്മളൊരു ഹൈഡ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് ഞാൻ എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഓപ്പൺ ആയിരുന്നു. പിന്നെ കുറേ ടോക്സിന് പോയിട്ടുണ്ട്, ലൈക്ക് അവയർനെസ് പ്രോഗ്രാംസ്, അതൊക്കെ ആരംഭം നമ്മുടെ ഒരു, അപ്പം നമ്മളൊരു എനിക്ക് പിന്നെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ലൈക്ക് നമ്മുടെ എന്ത് സെക്ഷുവാലിറ്റി എന്താണെങ്കിലും നമ്മളൊരു ഷോയിൽ പോയി നമ്മുടെ ക്യാരക്ടർ എന്താണ് അതിന് വാല്യൂ കൊടുക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്കിപ്പം സൈബർ അറ്റാക്സ് കുറവാണ് കമ്പാരിറ്റീവ്ലി അതർ LGBTQ മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറാണ് എപ്പോഴും ബേസിക്കലി ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പറഞ്ഞ പോലെ ആണെങ്കിലും LGBTQIA+ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോഴും ആണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല, നോളജ് ഇല്ല, ഈ ടേംസ് എന്താണെന്ന് പോലുമുള്ള ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് കോമന്റ് ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് പറയുന്നത്. അപ്പം അഭിഷേക് ഇപ്പം കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിയുന്നു തൻ്റെ ജെൻഡർ ഏതാണെന്ന് തിരിച്ചറിയുന്നു, തൻ്റെ സെക്ഷുവാലിറ്റി ഏതാണെന്ന് തിരിച്ചറിയുന്നു. അതിനുശേഷമുള്ള ജേർണിയിൽ ഇതിനെപ്പറ്റി കൂടുതൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ എങ്ങനെയാണ് അറിഞ്ഞതും? നമ്മൾക്ക് ഒബ്വിയസ്ലി നമുക്കുള്ളൊരു മീഡിയം ഇൻ്റർനെറ്റ് ആണ്. അപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. കാരണം നമുക്കറിയില്ല ഇതെന്താണ്, ലൈക്ക് എങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു രീതി അല്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷൻ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ കുറേ കൺവേർഷൻ തെറാപ്പി എന്നുള്ള കുറേ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് വരെ ഞാൻ നോക്കി പോയിട്ടുണ്ട്. അതിനൊരു പ്രോപ്പറായി നമുക്ക് കിട്ടും നമ്മളാ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ടോക്സ് ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു 22 years ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് കറക്റ്റ് ഒരു റിയലൈസേഷൻ എന്താണ് എന്നുള്ളത് വരുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നല്ലൊരു നോളജോ നല്ലൊരു ഗ്രൂപ്പ്സോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നെഗറ്റീവായിട്ടുള്ള ഇമേജാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ 22 വയസ്സായി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞില്ലേ? കറക്റ്റ്. അപ്പം ഫാമിലിയുടെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അതിനെ പേടിച്ചിരുന്നോ, അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് എങ്ങനെ ഇത് പറയും, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? അത് മാത്രമായിരുന്നു സത്യം പറഞ്ഞ ടെൻഷൻ. എനിക്ക് ബാക്കി ആൾക്കാർ ലൈക്ക് ഈവൻ ഈ ഫ്രണ്ട്സ് അവരെന്തറിഞ്ഞാലും എനിക്ക് ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് അന്നും ഇന്നും. പക്ഷെ ഫാമിലി ഈസ് ഡിഫറെൻ്റ്. അപ്പം ഫാമിലി അറിഞ്ഞ് ലൈക്ക് അവരുടെ നെഗറ്റീവ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലീനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു ഇതാണല്ലോ. അത് കാരണം അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ബിഗ് ബോസിൽ പോണതിന് മുന്നെയാണ് അമ്മോട് ഇവരോട് പറയുന്നത്. അപ്പം വിഷമം ലൈക്ക് അവര് ഫസ്റ്റ് ചിന്തിക്കുന്നത് കല്യാണം, കുട്ടി, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പം എല്ലാം ഓക്കെയാണ്. ഇപ്പൊ സർപ്രൈസിംഗ്ലി അമ്മ ഇപ്പൊ പൂനെയിലാണ് അമ്മ ഇപ്പം ആക്ടിവിറ്റീസിന് LGBTQ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവയർനെസ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ അവിടെ പോകുന്നുണ്ട്. ആൻഡ് എന്നെ കുറച്ച് നാൾ മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇനിയുള്ള ലൈഫ് ഇങ്ങനെ ആരും വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു തോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അമ്മയുടെ ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യത്തെ റിയാക്ഷൻ കരച്ചിലായിരുന്നു. ഒബ്വിയസ്ലി എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ കരഞ്ഞിട്ടാണ്. പക്ഷെ എൻ്റെ അടുത്ത് നെഗറ്റീവ് ആയിട്ടല്ല, എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെങ്കിലും യു ആർ മൈ സൺ, സോ ഞാൻ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു എന്നുള്ളൊരു ഇതായിരുന്നു. ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ടാണ് ഏറ്റവും ഒരാളെ സംബന്ധിച്ച് വേണ്ടത്. അത് മാത്രമേ ആക്ച്വലി നമുക്ക്
വേണ്ടതുള്ളൂ. കാരണം ബാക്കി നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരല്ല നമുക്ക് ഭക്ഷണം തരുന്നതും ഫൈനലി നമ്മുടെ ഒരു പിടിച്ചു ബാക്ക് ബോൺ നിർത്തുന്നത് എന്ന് നമ്മുടെ പറയുന്നത് ഫാമിലി തന്നെയാണ്. ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കാതൽ എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിൽ പോലും ഇപ്പം സെക്ഷുവാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കല്യാണത്തിലേക്കൊക്കെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയി അതിനുശേഷം അങ്ങനെ ഒരു കഥയായിരുന്നു കാതൽ സിനിമ. അപ്പം ഇതുപോലെ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഒരുപാട് പേര് തന്റെ സെക്ഷുവാലിറ്റി പറയാൻ വേണ്ടി മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ, സോ കോൾഡ് ഫിയർ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് എന്തായിരിക്കും അഭിഷേകിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫിയറിനെ ഫേസ് ചെയ്യുന്നതിന്റെ ഒപ്പം നിങ്ങൾ വേറൊരു സ്ത്രീയുടെ ജീവിതം കൂടിയാണ് നശിപ്പിക്കുക. ഇപ്പൊ കാതൽ മൂവിയിലാണെങ്കിൽ തന്നെ ജ്യോതിക റിയാക്ട് ചെയ്തത് വളരെ നല്ല രീതിയിൽ അവസാനം വേറെ കല്യാണം കഴിച്ച അങ്ങനെ ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങളും ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പം അടുത്തൊരു കേസ് വന്നതായിരുന്നു, ഇങ്ങനെ ഒരു ഗേ ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ച് ലേറ്റർ ആ പെണ്ണിന് റിയലൈസ് ആയി എത്രയോ ലക്ഷം രൂപയുടെ ചീറ്റിംഗ് കേസിന് കോർട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി അത് പോകണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ, കാരണം ചീറ്റിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഇതിനെ എതിർക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ LGBTQ അഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാർ അവരുടെ പെങ്ങളെ ഇങ്ങനെ ഒരു ഗേ ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ച് ഇവർ പറയുന്ന പോലെ സ്ട്രേറ്റ് ആയി അഭിനയിച്ച് നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതൊരു ചീറ്റിങ്ങിലോട്ടല്ലേ പോകത്തുള്ളൂ. അപ്പൊ അവരെന്താണോ അത് ഓപ്പണായി അവരെ പറയാൻ അവരെ അനുവദിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രോബ്ലംസ് കുറയുന്നതാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പം അഭിഷേകിന് തോന്നിയിരുന്നോ സൊസൈറ്റി ഇങ്ങനെ ഒരു നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ്, ഇത് തന്നെ അങ്ങ് ഫോളോ ചെയ്ത് ഹൈഡ് ചെയ്താൽ മതി എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും അഭിഷേകിന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്നിരുന്നോ? തോന്നിയിട്ടുണ്ട്, ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളർന്നു വരുംതോറും നമുക്ക് എത്ര നാള് നമ്മൾ ഹൈഡ് ചെയ്ത്, ഇപ്പൊ ബിഗ് ബോസിനകത്ത് തന്നെ കുറെ പേര് മുഖം മൂടിയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ എത്ര ദിവസം ചെയ്യാൻ പറ്റും? അതിൽ 100 ഡേയ്സിൽ ഒരു 20 ഡേയ്സ് കഴിയുമ്പോഴേക്കും പലരുടെയും ഇതഴിഞ്ഞു പോകുന്നു. അപ്പൊ ഒരു ലൈഫിൽ അങ്ങനെ ആക്ട് ചെയ്ത് എത്ര നാൾ ഒരാൾക്ക് നടക്കാൻ പറ്റും? പറ്റില്ല. പറ്റുന്നവരുണ്ടായിരിക്കും, പഠിച്ച അങ്ങനത്തെ ആൾക്കാരുടെ, എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പം LGBTQ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും സ്വന്തമായിട്ട് തന്നെ ഇന്റർനെറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ തന്നെ സെർച്ച് ചെയ്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചതും അറിഞ്ഞതുമൊക്കെ. അപ്പം ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ലൈഫിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഡിസിഷനാണ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പം ഈ ഒരു കൺഫ്യൂസിങ് സ്റ്റേജ്, അതായത് അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിന് ഒരു കംഫർട്ട് സോണും ഉണ്ട്, ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ഉണ്ട്, മിക്സഡ് ഇമോഷൻസിൻ്റെ ഒരു സ്റ്റേജ് ആയിരിക്കും. അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ ആ സ്ട്രഗിൾ എങ്ങനെയായിരുന്നു? ഈ കം ഔട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്ത പോയിന്റ്, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. ഫ്രം ദി ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ഡേ എന്നുള്ളൊരു തോട്ട്, നാളെ തൊട്ട് ഞാൻ വേറൊരു രീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മിക്സഡ് ഇമോഷൻസ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു അതൊന്നും അറിയാൻ വേണ്ടി. ഞാൻ പൂനെയിൽ ജീവിക്കുമ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ അങ്ങനെയായിരുന്നു ഒരു 2 ഇയേഴ്സോളം ഞാൻ ജീവിച്ചത്. ആ ടൈമിലാണ് എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയപ്പം എനിക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം എനിക്കറിഞ്ഞു, ഇവിടെ ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഇതിൻ്റെ ധൈര്യമാണെന്ന് അറിയില്ല. ആ ടൈമിൽ ഞാനും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ റിവീൽ ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ അതിന് പങ്കെടുത്തു. പക്ഷെ അതിൻ്റെ കണ്ടീഷൻസിലുണ്ട് ആക്ച്വലി യു ഷുഡ് ബി ഔട്ട് ടു യുവർ ഫാമിലി എന്നുള്ളതുണ്ട്. പക്ഷേ പറയാണ്ട് ഞാൻ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞു, ഇത് എന്തൊക്കെയോ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തോ മീഡിയാസിൽ വന്നപ്പം ഫ്രണ്ട്സ് അറിഞ്ഞു. അപ്പോഴും ഐ വാസ് ഓക്കെ. അപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോഴും എനിക്ക് വീട്ടിൽ പറയാനുള്ള ഒരു ധൈര്യം വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ചെയ്തിട്ട് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർ അതിൻ്റെ ഒരു പോസിറ്റീവ് ഭാഗം ആ ഒരു ടൈമിൽ ചിന്തിക്കുള്ളൂ എന്നുള്ളൊരു തോട്ടായിരുന്നു. ലൈക്ക് ഇവൻ ഇപ്പം ഇതായിട്ട് ഇപ്പൊ പല ആൾക്കാർ ഇപ്പൊ ട്രാൻസ്ജെൻഡറായി നേരെ പോയി ബെഗിങ്ങിനോ സെക്സ് ആക്ടിവിറ്റിക്കോ നിൽക്കുന്നു. അങ്ങനെയല്ലാതെ നമ്മളൊരു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോയിൽ പോകുന്നു, നല്ലൊരു ടീം റെപ്രസെന്റ് ചെയ്യാൻ, നല്ലൊരു കാര്യം റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു വലിയ എന്തെങ്കിലും ചെയ്തിട്ട് പോകണമെന്നായിരുന്നു. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചില്ല, എന്താന്ന് അറിഞ്ഞൂടാ. മേ ബി ആ ബിഗ് ബോസ് കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി ആയിരിക്കും ആ ഒരു സമയത്ത് തന്നെ. വാട്ട് ഈസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അടുത്തത് എന്ത് എന്നൊരു തോട്ട് ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അടുത്തത് എന്തെന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അഭിഷേകിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഓരോ ബിഗ് ബോസ് ഓഫ് കോഴ്സ് ഒരു ഡിസിഷൻ മേക്കിംഗ് അത്രയും ഒരു ക്രൂഷ്യൽ സാധനം തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഈ വാട്ട് ഈസ് നെക്സ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണോ അഭിഷേക് തീരുമാനങ്ങൾ എടുക്കുന്നത്? അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഈ സെക്ഷുവാലിറ്റി റിവീലിൻ്റെ ടൈമിൽ എനിക്ക് എന്നെങ്കിലും ഒരു ദിവസം റിവീൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു, പിന്നെ എൻ്റെ ഫാമിലി ലൈക്ക് അമ്മയും ചേച്ചിയും എന്തായാലും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു. അതൊരു എന്താ പറയുക സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് കം ഔട്ട് ചെയ്തത്. പിന്നെ ബാക്കി ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം
ചിന്തിച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അഭിഷേക്, ബിഗ് ബോസിൽ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈലന്റ് ആയിരുന്ന ഒരു അഭിഷേക്, പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇപ്പം എതിര് പറയാനാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് കോമൻസിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു അഭിഷേകായിട്ട് ആഫ്റ്റർ ബിഗ് ബോസിന് ശേഷം ഒരു ചേഞ്ച് നമ്മൾ കണ്ടു. അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ട്രോൾസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഇതിനോടൊക്കെ എങ്ങനെയാണ് ഇപ്പൊ റിയാക്ട് ചെയ്ത് ഇപ്പോഴത്തെ ആ ഒരു ലൈഫ്? ഇപ്പൊ സത്യം പറഞ്ഞ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. ആദ്യം ഇറങ്ങിയ സമയത്ത് ഒക്കെ എനിക്ക് ഭയങ്കര എഫക്റ്റ്, കാരണം ഞാൻ ഐ എം നോട്ട് യൂസ് ടു ദിസ്. അപ്പം ബിഗ് ബോസിന് ഇറങ്ങിയപ്പോഴാണ് ഇത്ര ആൾക്കാർ അറിയണു അതിൽ നെഗറ്റീവ്. ആ സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ. രാവിലെ എനിക്കുമ്പം കുറെ ഒന്നും ചെയ്യാതെ തെറി കമന്റ്, അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഹാപ്പി സെൻ മോഡ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് കമന്റ് ചെയ്തല്ല ഇവരെ ആരും അറിയുന്നില്ലല്ലോ. അഭിഷേകിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് യു ഹാവ് എ ക്യൂട്ട് സ്മൈൽ. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ് ഏത് ഇതിലും. അപ്പം എന്ത് കാര്യങ്ങൾ പറയുവാണെങ്കിലും, ഇപ്പം സ്ട്രഗിളിനെ കുറിച്ച് ചോദിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും അതിനെ നേരിടാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ സ്മൈലാണ്. അപ്പം ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കാനാണോ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറ്? അതിന് എഫേർട്ട് ഇടാറുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ഈ സ്മൈൽ കീപ്പ് ചെയ്യുന്നതാണോ? എനിക്കറിഞ്ഞൂടാ, മേ ബി അങ്ങനത്തെ ഫേസ് ആണോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ മാക്സിമം ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അറിയാലോ നമ്മുടെ ലൈഫിൽ ഇപ്പം പല ആൾക്കാരും എങ്ങനെ ദ്രോഹിക്കാം, മീൻസ് എങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ വേദനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്നാലും മാക്സിമം എല്ലാം പോസിറ്റീവ് രീതിയിൽ എടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു വിസിബിളായി നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ മാക്സിമം ലൈക്ക് മാങ്ങയുള്ള മാവിലല്ലേ എറിയൂ അങ്ങനെ വിചാരിച്ച സമാധാനിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി എന്താണ് ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഓരോന്നോരോന്നായി ചെയ്ത് വരുന്നൊരു ശീലമാണ് അഭിഷേകിന്. ഇനി എന്താണ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ലൈഫിൽ? ഇപ്പം ഞാനൊരു ഫാഷൻ മോഡലിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ, ഐഭാവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ്സ് കൊടുക്കുക, ഇപ്പം ഷോസും ഒക്കെ ഇവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഷോകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ജാൻമോനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ജാൻമോനിക്ക് ഒരു ഡിസൈൻസ് ഉണ്ട്, സ്വന്തമായിട്ടുള്ള ബൊട്ടീക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും നമ്മുടെ ഫാഷനും മേക്കപ്പും എല്ലാം കൂടിയിട്ടൊരു ഷോ, വലിയൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇയർ ജാനുവരി ഫെബ്രുവരി. അപ്പോൾ അത് നല്ല സക്സസ് ആയി പോകണമെന്നാണ് ഇപ്പോൾ. എനിക്കൊന്ന് ജാൻമണിയായിട്ടൊരു സീരീസും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൊക്കെ റീൽസ് ആയിട്ടൊക്കെ കണ്ടിരുന്നത്. അത് നമ്മൾ കുറച്ച് വട്ടം നമുക്ക് വർക്ക് ഒരുമിച്ച് വന്നു, കുറേ ഷോസ് നമുക്ക് ഒരുമിച്ച് വന്നു. അപ്പം നമ്മളിങ്ങനെ വെറുതെ റൂമിൽ ഇരുന്നപ്പം ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ തീരെ കാണാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ വർക്ക്, ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വർക്കിൻ്റെ ബിസിയായി. അപ്പോൾ ഞാനിപ്പോൾ ജാനുവിനെ കാണലും കുറവാണ്. അപ്പോൾ ആ സീരീസ് നമ്മൾ പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്, ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ലൈഫിൽ കോൺഫിഡൻസ് എന്നൊരു വേർഡ്, അതിനൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒരു ഉദാഹരണം തന്നെയാണ് അഭിഷേക്. കാരണം കോൺഫിഡൻസോടെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന, ആ കോൺഫിഡൻസ് മുഖത്താണെങ്കിലും അല്ലെങ്കിൽ ആ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത് അഭിഷേക്. അപ്പം കോൺഫിഡൻസിന് ലൈഫിലുണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പം ഏത് കാര്യത്തിലാണെങ്കിലും ഏത് കാര്യങ്ങൾ തുറന്നു പറയണമെങ്കിലും അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പം കോൺഫിഡൻസ് ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ? ഞാൻ ആക്ച്വലി ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള, തീരെ കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ നമ്മുടെ ഓരോ ലൈഫിലെ കാര്യങ്ങൾ നമ്മളെ കോൺഫിഡൻസ് ഉണ്ടാക്കും. സോ ഐ തിങ്ക് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ ചെന്നാലും ഐ തിങ്ക് നമ്മൾ എന്ത് വെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ അതിനെക്കാട്ടൊക്കെ ഇമ്പോർട്ടൻസ് എപ്പോഴും നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.